ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ കുറേ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, ഇൻക്ലൂഡിങ് കൂളംസ് ലോ ആണ് നമ്മൾ അവസാനം കവർ ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇക്വേഷൻ അടക്കം നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് അടക്കം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഉയരെ ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിരിക്കും, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു റിവിഷൻ എന്ന രീതിയിൽ ഫാസ്റ്റൊക്കെ അടിച്ച് കാണാം. നിങ്ങൾ ഉയരെ ബാച്ചിൽ പഠിക്കാത്തവരാണ്, നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇവിടെ പഠിച്ചെടുക്കാം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കണം, പ്രോപ്പർ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യണം, വർക്ക് ഷീറ്റ്, എക്സാംസ്, മെറ്റീരിയൽസ് എല്ലാം വേണമെങ്കിൽ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. 6,000 ആണ് ഒരു വർഷത്തെ ഫീസ്, ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാ സബ്ജക്ട്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, റെഡി? താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കിടക്കാം. മക്കൾ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. രണ്ട് ചാർജ് ഉണ്ട്, അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട് പഠിച്ചു. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതേ ഫോഴ്സ് ആണ്, പക്ഷേ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അതായത് ഒരു യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് സിമ്പിളാണ് ഇ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോഴ്സ് പെർ ചാർജ് ആണ്, ഒരു യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അത്രയേ ഉള്ളൂ സംഭവം. ഡെഫിനിഷനും അത് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പോയിന്റ്. ഒരു പ്രത്യേക പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഫോഴ്സ് പെർ ചാർജ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷന് ഒരു ലോജിക് ഉണ്ട്. സംഭവം എന്താണ്? ഇവിടെ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു ഇൻഫർമേഷൻ തന്നു. ഒരു പ്രത്യേക പോയിന്റിൽ 2 കൂളുംബ് ചാർജിന് വെച്ചാൽ ആ 2 കൂളുംബ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. പോസിബിൾ അല്ലേ? ഒരു പോയിന്റിൽ 2 കൂളുംബ് ചാർജിനെ കൊണ്ട് വെച്ചു, ആ 2 കൂളുംബ് ചാർജ് എക്സ്പീരിയൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്ത് കാരണം കൊണ്ട് ആണെന്ന് എനിക്കറിയില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് 10 ന്യൂട്ടൺ ആണ്. ഓക്കെ, റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പിടിക്കുക? ഇലക്ട്രിക് ഫീൽഡ് 10 ന്യൂട്ടൺ ആണോ? അല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് പറഞ്ഞാൽ 1 കൂളുംബ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1, പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് 1 കൂളുംബ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചത്. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. കാരണം ആലോചിച്ച് നോക്കി, 2 കൂളുംബിന് 10 ന്യൂട്ടൺ ആണെങ്കിൽ 1 കൂളുംബിന് എത്രയായിരിക്കും? 10/2 അല്ലേ? നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഫോഴ്സ് ബൈ ചാർജ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിച്ചത്. ഫോഴ്സ് 10 ന്യൂട്ടൺ എടുത്ത് ചാർജ് 2 കൂളുംബ് ഇട്ട് കൊടുത്ത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടി 5 എന്ന് കിട്ടി. അപ്പോൾ 1 കൂളുംബ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 5. ഈ 5 ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരിക ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല, ചിലപ്പം എന്തൊരു ചാർജ് അവന് ഇത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഫോഴ്സ് ബൈ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം, ബുദ്ധിമുട്ടില്ല. ഇനി ചോദ്യം, ഇത് 5 ന്യൂട്ടൺ ആണോ? അല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ചാർജ് ആണ്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ന്യൂട്ടണും മറ്റവൻ്റെ കൂളുംബും. സോ ന്യൂട്ടൺ പെർ കൂളുംബാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറയണം? ന്യൂട്ടൺ പെർ കൂളും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. 1 കൂളുംബ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കൂളുംബ് എന്നുള്ള യൂണിറ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പറയൂ, SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ കൂളും. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്? ഒരു സംശയമില്ല, ഇറ്റ് ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. കാരണം എന്താണ്? ഇവിടെ ഈ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ടാവും. ഫോഴ്സ് ഒരു വെക്ടർ അല്ലേ? സോ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് ഫീൽഡിനും ഡയറക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിനും ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് കാര്യം ഡയമെൻഷണൽ ഫോർമുലയാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL(T⁻² -2) ആണെന്ന് നിങ്ങൾക്കറിയാം. ഡിവൈഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ചാർജിനായൊരു ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്. ഇംപ്ലൈസ് ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്. കറണ്ടിനെ നമ്മൾ A വെച്ചാൽ കാണിക്കുക, ടൈമിന് ടൈം. സോ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇസ് AT. അത് താഴെ കൊണ്ടിട്ടാൽ AT എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ M ഉണ്ടാവും. എല്ലിന് വേറെ ആരും കൂട്ടില്ല. T മുകളിലേക്ക് കയറിയാൽ T താഴെ പോകണം, മുകളിലേക്ക് കയറിയാൽ T⁻⁻1 ആയിരിക്കും. രണ്ടും കൂടി ചേർത്ത് T⁻². A മുകളിലേക്ക് കയറിയാൽ A⁻⁻1. സോ എക്സാമ്പിൾ ചോദിക്കും ഇത്, വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? എഴുതി വെക്കണം. വെക്ടർ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളുമാണ്. ഇതൊക്കെ എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഡയമെൻഷണൽ ഫോർമുല ഇതാണ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെത്തേഡ് പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ ഒരു സിമ്പിൾ ചോദ്യം നോക്കാം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാം. ഇതൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പഠിപ്പിച്ചില്ല നിങ്ങളെ, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ ഞാൻ വായിക്കാം. വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഈ പോസിറ്റീവ് ചാർജ്
നെഗറ്റീവ് ചാർജ് ഇല്ല വിചാരിക്കും. ഇപ്പോൾ ഒരു പോസിറ്റീവ് 10 കൂളും എന്തോ ആയിക്കോട്ടെ, ഒക്കെ 10 കൂളും എടുക്കുക. ഇവൻ കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, സോ ഡയറക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ലോജിക്ക് ആലോചിച്ചാൽ മതി മക്കളെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് ഇവൻ കാരണം ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്താൽ മതി? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇമാജിൻ ചെയ്യാം, 1 കൂളും പോസിറ്റീവ് ചാർജിന്. എന്നിട്ട് ആ 1 കൂളും പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ആര് കാരണം? ഇവൻ കാരണം. ഇപ്പോൾ പറയും ഇതും പോസിറ്റീവാണ്, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അതും പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ഇവൻ എന്ത് ചെയ്യും മക്കളെ? ഇവൻ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഇവൻ്റെ ഫോഴ്സ് കൊടുക്കും, അതിനെ F1 എന്ന് വിളിക്കാം. അപ്പോൾ ഇവൻ കാരണം ഈ 1 കൂളും ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ഷൻ നമുക്ക് വിഷയമുള്ളൂ, വാല്യൂ ഒന്നും വേണ്ട. അത് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടായിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഫോഴ്സ് പെർ 1 കൂളും ചാർജാണ്. 1 കൂളും ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സിന് ഡയറക്ഷൻ ആയിരിക്കും, ആ ഫോഴ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സ് അങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റൈറ്റിലേക്ക് ആയിരിക്കും. സോ ദി ആൻസർ ഇസ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ P പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും, റൈറ്റിലേക്ക് ആയിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് വേണ്ട, ഒരു പോസിറ്റീവ് ചാർജിനെ അവിടെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. 1 കൂളും ചാർജ് ആണെങ്കിലും 2 കൂളും ചാർജ് ആണെങ്കിലും ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു പോസിറ്റീവ് ചാർജിന് അവിടെ ഇമാജിൻ ചെയ്യാൻ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എവിടെയാണോ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ നിങ്ങളൊരു പോസിറ്റീവ് ചാർജിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അവൻ എങ്ങോട്ടാണോ മൂവ് ചെയ്യുക അവിടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണ് പറയുക പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് റൈറ്റിലേക്കാണ്. അങ്ങനെയാണ് ഈ പോസിറ്റീവ് ചാർജ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവൻ കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടായിരിക്കും. എടോ, നിങ്ങൾക്ക് ആര് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് കണ്ടുപിടിക്കണേ, നിങ്ങൾ ആ പോയിന്റിൽ എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവ് ചാർജ് ഇമാജിൻ ചെയ്യുക. അത് 1 കൂളുമാണെങ്കിലും 2 കൂളുമാണെങ്കിലും ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ചാർജ് മതി. ഇനി പറ, ഇവൻ കാരണം ആ പോസിറ്റീവ് ചാർജിന് മുകളിൽ ഫോഴ്സും കൊണ്ടായിരിക്കും. നെഗറ്റീവും പോസിറ്റീവാണ്, അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? അവനെ പിടിച്ചും കൂടെ അട്രാക്ട് ചെയ്യിക്കും. അപ്പോൾ ഡയറക്ഷൻ എന്താണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലെഫ്റ്റിലേക്ക്. അത്രയേ ഉള്ളൂ, ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവൻ കാരണം ആ പോയിന്റിൽ നെഗറ്റീവ് ചാർജ് കാരണം ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇത്രയുള്ള സംഗതി. അപ്പോൾ ഇവിടുന്ന് ഒരു സംഭവം നമുക്ക് കിട്ടി. ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഒരു പ്രത്യേക പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്, അല്ലേ? ടുവേർഡ്സ് റൈറ്റ് എന്നാണ് കിട്ടിയത്. പക്ഷേ കുറച്ചുകൂടി ജനറലായിട്ട് പറഞ്ഞാൽ ഈ ചാർജിൽ നിന്ന് എവേ ആയിരിക്കും, അതൊന്ന് വിട്ടിട്ടായിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? എന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് കാരണം ഒരു പ്രത്യേക പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നോക്കിക്കേ അവൻ്റെ അടുത്തേക്കായിരിക്കും, ടുവേർഡ്സ് ഇറ്റ് ആയിരിക്കും, ടുവേർഡ്സ് ഇറ്റ്. പുറത്ത് വെച്ചോ, പോസിറ്റീവ് ചാർജ് കാരണം അവന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദി ചാർജ്. ആര്? എവേ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദി ചാർജ്. എവിടെയും എഴുതി വെച്ചോ. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് നിന്ന് ഈ ക്വസ്റ്റ്യനിലാണ്. ജനറലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ പറയൂ, ഈ നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദി ചാർജ്. ആലോചിച്ച് നോക്കടോ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് എന്ത് ചെയ്യും? എവിടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും? ഇവൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ഇങ്ങോട്ട് വിളിക്കും. അത്രയുള്ള ലോജിക്ക്. അപ്പോൾ നോക്കി, ഇവിടെയോ ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്. എപ്പോഴും ടുവേർഡ്സ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഏത് പോയിന്റിൽ ടുവേർഡ്സ് ചാർജ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഏത് പോയിന്റിൽ നിങ്ങൾ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചാൽ അവൻ ടുവേർഡ്സ് ചാർജിൽ അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? എവേ ഫ്രം ദി ചാർജ്. എവേ, എവേ. ഓക്കെ, എവേ. എങ്ങനെ എവേ? റേഡിയലി എവേ. അതായത് ഇത് ഇപ്പോൾ ഇങ്ങനെ എവേ ആവാം, ഇങ്ങനെ ആവാം, അങ്ങനെയല്ല. ഇവിടുന്ന് അവിടേക്ക് ലൈൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ ആ ലൈനിൻ്റെ എലോങ് ആയിരിക്കും അങ്ങോട്ട്. ഇപ്പോൾ ഒരു ലൈനിന് അവിടേക്ക് ജോയിൻ ചെയ്യുക, അതിൻ്റെ ലൈനിൻ്റെ എലോങ് അങ്ങോട്ട്. അല്ലാണ്ട് ഇങ്ങനെ തോന്നിയ ഡയറക്ഷൻ ഒന്നല്ല. ഓക്കെ, ഇവിടെ വെച്ചാൽ അങ്ങോട്ട്, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട്, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട്, ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇസ് എവേ. പോസിറ്റീവ് ചാർജ് എന്നീ പോസിറ്റീവ് ചാർജിനെ പറപ്പിച്ചു വിടില്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് പോകും. നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്ക് പടാ. കാരണം നെഗറ്റീവ് ചാർജിന് എന്താണ് പോസിറ്റീവ് ചാർജിന് ഉള്ളിലേക്ക് വരികയാണ് വേണ്ടത്. ഇപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇസ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. ഇതാണ് ഇതിൻ്റെ ലോജിക്. അപ്പം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിച്ചു. സിമ്പിൾ. അപ്പോൾ ആ സംഗതി ഇനി അങ്ങോട്ട് പ്ലസ് വണ്ണിൽ ഈ ചാപ്റ്ററിൽ മാത്രം പ്ലസ് ടു ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള പല ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സംഗതിയാണ്. തല കയറ്റിക്കോ. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. തല കയറ്റിക്കോ. ഇപ്പോൾ തല കയറ്റിയാൽ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിലും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടി നിന്ന് കിട്ടിയാൽ ഈ പ്ലസ് ടുവിലെ പല കാര്യങ്ങളും ഈ രണ്ട് ചോദ്യത്തിൽ കിടപ്പുണ്ട്.
ഓക്കെ. അതിന് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 10⁵ Newton per coulomb ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്. പോയിന്റ്സ് ഡ്യൂ ഈസ്റ്റ്, അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈസ്റ്റിലേക്ക് എത്രയാണ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ് 10⁵ Newton per coulomb. ഒന്ന് കാണിച്ചേക്കാം, ഈസ്റ്റ് അങ്ങോട്ട് എടുക്കാം. വാട്ട് ആർ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ എ ചാർജ് ഓഫ് +2 മൈക്രോ കൂളും ആൻഡ് -5 മൈക്രോ കൂളും. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കുക. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും വേണം. ഒരു ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവച്ചാൽ അവൻ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യാന്ന് അർത്ഥം. പോസിറ്റീവ് ചാർജാണ് അങ്ങോട്ട് മൂവ് ചെയ്യും, നെഗറ്റീവ് ചാർജാണ് എന്ത് ചെയ്യും? ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. എനിവേ അതൊക്കെ അവിടെ നിന്ന് കേട്ടെ. നമ്മുടെ ചോദ്യത്തിൽ ആദ്യം നമുക്ക് ഈ 2 മൈക്രോ കൂളാണ്. ഇപ്പോൾ 2 മൈക്രോ കൂളുമ്പ് ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡിൽ റീജിയനിൽ കിടപ്പുണ്ട്. അപ്പോൾ മൊത്തം ഈ ബോർഡിൽ മൊത്തം അങ്ങോട്ടേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ പോയിന്റിൽ മാത്രമല്ല, മൊത്തം ഈസ്റ്റ് ഡയറക്ഷനിൽ മൊത്തം ഈ ബോർഡിൽ അങ്ങോട്ടേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ മുകളിലെ ഫോഴ്സ് എത്രയായിരിക്കും? ഫോഴ്സ് എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള പരിപാടി നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇസിക്വൽ ഫോഴ്സ് പെർ ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതേ ഫോർമുല ഉപയോഗിക്കാം. ഹായ്, കൊള്ളാലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇസിക്വൽ ഫോഴ്സ് പെർ ചാർജ്. ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, ഫോഴ്സ് അറിയില്ല, കണ്ടുപിടിച്ചൂടെ? F=QE. അപ്പോൾ ഈ ഇക്വേഷൻ കൊണ്ട് വേണം ഒരു പെട്ടിലാക്കി വെച്ചോ. ഇലക്ട്രിക് ഫീൽഡും ചാർജ് തന്നിട്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ QE ചെയ്താൽ ഓക്കെ. ചാർജ് എത്രയാണ്? 2 മൈക്രോ കൂളും. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 10⁵5. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 2 ഇൻറ്റു 10⁻⁻6 10⁻⁻1 ദാറ്റ് ഈസ് 0.2 ന്യൂട്ടൺ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആലോചിക്കണം, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. ആ പോയിന്റിൽ പോസിറ്റീവ് ചാർജ് വെച്ചാൽ പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോകും, റൈറ്റിലേക്ക് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് മുകളിലുള്ള ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? റൈറ്റിലേക്കായിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടാണ്. 2 മൈക്രോ കൂളുമ്പിൽ പോസിറ്റീവ് ചാർജ് അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. എത്ര ഫോഴ്സ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക? 0.2 ന്യൂട്ടൺ എക്സ്പീരിയൻസ് ടുവേർഡ്സ് ഈസ്റ്റ്. റൈറ്റ് സൈഡിലേക്ക് ഈസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ട്, സോ ഈസ്റ്റ്. ഇനി അതേ റീജിയണിൽ ഒരു നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവെക്കുകയാണ്, -5 മൈക്രോ കൂളും. അതേ റീജിയണിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ഒരു ഇലക്ട്രിക് ഫീൽഡിൽ. ഓക്കെ, എങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? അത് അവിടെ നിൽക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഫോർമുല ഉപയോഗിച്ചാൽ F=QE. സെയിം ഫോർമുല ഉപയോഗിക്കുക. നിങ്ങൾ എഫിന് ക്യൂവിന് പകരം ഇട്ട് കൊടുക്കണം. നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കണ്ട, മാഗ്നിറ്റ്യൂഡ് അല്ലേ കണ്ടുപിടിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ അവിടെ ഡയറക്ഷൻ മൈനസ് ആണോ പ്ലസ് ആണോ ഇട്ട് കൊടുക്കണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്യൂ എത്രയാണ്? വെറും 5 മൈക്രോ കൂളും. ഇനി -5 ഇട്ടിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവസാനം നിങ്ങൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നിന്ന് കിട്ടുള്ളൂ എന്ന് ആലോചിക്കാം. ഓക്കെ, 5 ഇൻറ്റു 10⁻⁻6 മൈക്രോ കൂളും ആയതുകൊണ്ട് ഇൻറ്റു 10⁵5 വരും. സോ ആൻസർ വിൽ ബി 0.5 ന്യൂട്ടൺ. 0.5 ന്യൂട്ടൺ ആണ് മാഗ്നിറ്റ്യൂഡ്. എങ്ങോട്ടേക്കായിരിക്കും മക്കൾ? ഇത്ര ആലോചിച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, പോസിറ്റീവ് ചാർജ് അങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഇവൻ്റെ ഫോഴ്സ് അങ്ങോട്ടാണ്, ഇവൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇത്രയുള്ള സമയം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക F=Q ഉപയോഗിക്കുക, ഡയറക്ഷൻ കണ്ടുപിടിക്കുക ലോജിക് ഉപയോഗിക്കാം. ലോജിക്കിനെ ഓർത്തും കൂടി വെച്ചോ. ഇത്രയേ ഉള്ളൂ മക്കളെ ലോജിക്ക്. ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. പോസിറ്റീവ് ചാർജ് അങ്ങോട്ടേക്കാണ്, എലോങ് ദി ഇലക്ട്രിക് ഫീൽഡാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഇലക്ട്രിക് ഫീൽഡായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അതല്ലേ ഇവിടെ നിങ്ങൾ കണ്ടത്? റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നമ്മൾ ഇനി പറയില്ല. ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒന്നും പറയില്ല. ഇത് ടുവേർഡ്സ് വെസ്റ്റ് ആണ്. ഇനി നമ്മളതൊന്നും പറയില്ല. നമ്മൾ ഇത്രേ പറയാൻ പോകുന്നുള്ളൂ. ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് QE ആണ്. നമ്മൾ ഓൾറെഡി കണ്ട് QE ആണ്. പക്ഷേ എങ്ങോട്ടാണ് ഡയറക്ഷൻ? റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അങ്ങനെ പറയരുത്. എലോങ് ദി ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് എലോങ് ദി ഇലക്ട്രിക് ഫീൽഡാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, എലോങ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ചാർജ് വീണ്ടും QE തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമൊന്നുമില്ല, QE തന്നെയാണ്. വാട്ട് എവർ ചാർജ് ഇൻറ്റു വാട്ട് എവർ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ. പക്ഷേ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡിനാണ് ഈ നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. അത് തലകയറ്റണം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ കാര്യവും അതുപോലെ തന്നെ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്, അവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അവരെങ്ങോട്ടാണ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേസമയം ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജാണ് എവേ ഫ്രം ദി ചാർജും, നെഗറ്റീവ് ചാർജാണ് ടുവേർഡ്സ് ചാർജ് ആയിരിക്കും
ഉണ്ടാക്കുക എന്നുള്ള 2 ഐഡിയാസ് നിങ്ങളുടെ തലയിൽ ഇന്ന് കയറിയെങ്കിൽ മക്കളെ ഒരു +2 നല്ലൊരു ശതമാനം കാര്യം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഈസിയായി പഠിക്കാൻ പറ്റും. ഇത് തലയിൽ കയറാതെ കുറേ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല അടുത്ത ചാപ്റ്റേഴ്സ് നോക്കിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇത് മനസ്സിലായി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. സാർ എന്തൊക്കെ മനസ്സിലാക്കണം? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തോളൂ. ഇത്രയും പറഞ്ഞു നിർത്തിയാൽ കാര്യം നടക്കില്ല. ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോകണം മക്കൾ. രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് കിട്ടിയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദ്യം ചെയ്യുക, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യുക. ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നില്ല കമൻസിൽ ചെക്ക് ചെയ്ത് ആൻസർ അതിലുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഒരു പോയിന്റ് ഉണ്ട് P. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? സെയിം ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ദിസ് ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക് കേട്ടോ. ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജ് വെച്ചു, ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യും? അപ്പാണോ ഡൗൺ ആണോ? പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യും? അപ്പാണോ ഡൗൺ ആണോ? കമൻറ്റ് ബോക്സിൽ 2 ചോദ്യത്തിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൻസർ നോക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മക്കളെ ഈ സാധനം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം ബേസിക്കായിട്ട് റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വാട്സാപ്പിൽ സ്റ്റേറ്റസ് വെക്കുക. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നതാണ്, കംപ്ലീറ്റ് ക്ലാസ് ഒക്കെ വേണമെന്ന് തോന്നുന്നതാണ്, ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളി പഠിക്കുക. ഫുൾ ഒരു എക്സാം ഓറിയൻറ്റഡ് എന്ന രീതിയിൽ പഠിക്കുക. ഇതിപ്പം എല്ലാ കാര്യങ്ങളും ഇത് എക്സാമിന് ആവശ്യമാണ്. പക്ഷേ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ടോ? ഇല്ല. കുറച്ചും കൂടി ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരു വർഷത്തേക്കുള്ള ഫീസ് 6000 ആണ്, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ്. എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.